Hi students, we will 10th CBSE മറ്റൊരു ടോപ്പിക് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ തന്നെ ഇലക്ട്രിക് പവർ എന്നുള്ള ഭാഗം, ഇലക്ട്രിക് പവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് പവർ. അപ്പോൾ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നമുക്കറിയില്ല. പവർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, 9th സ്റ്റാൻഡേർഡിൽ 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പവർ? പവർ ഈസ് എ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് അല്ലേ, റേറ്റ് ഓഫ് വർക്ക് ഡൺ, അങ്ങനെ വേണമെങ്കിൽ പറയാം. വർക്ക് ഡണ്ണിൻ്റെ റേറ്റ്, അതാണ് പവർ എന്ന് പറയുന്നത്. വർക്ക് ഡൺ ബൈ ടൈം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ എന്തായിരിക്കും വർക്ക് ഡൺ ബൈ ടൈം, വർക്ക് ഡൺ എന്താണ്, ടൈം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ നമ്മളുടെ ഇലക്ട്രിക് പവറിൻ്റെ കാര്യങ്ങൾ എന്താണ് നോക്കാം. ഓക്കെ, എന്താണ് ഇലക്ട്രിക് പവർ, അതിൻ്റെ അപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, യൂണിറ്റ് ഉണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഇലക്ട്രിക് പവർ? ഇലക്ട്രിക് പവർ യൂഷ്വലി പവർ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ പി കൊണ്ടാണ് അല്ലേ. ക്യാപിറ്റൽ പി കൊണ്ടാണ് നമ്മൾ പവറിനെ ഡിനോട്ട് ചെയ്യുക. ഒറിജിനൽ പവർ, ഇലക്ട്രിക് പവർ ആയാലും എന്ത് പവർ ആയാലും, പവർ ഈസ് ഓൾവേസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് വർക്ക് or rate of doing work, and it is calculated as the ratio between work done by time, work done and time. Time interval work done തമ്മിലുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ആര് കിട്ടും? പവർ. ദാറ്റ് ഈസ് പി ഈക്വൽ ടു W/T. ഇനിയാണ് ഇവിടുന്ന് കാര്യങ്ങളൊക്കെ മാറുന്നത്. എല്ലാ പവറും കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ഫോർ എനി ടൈപ്പ് ഓഫ് പവർ. അത് നമ്മുടെ ഇലക്ട്രിസിറ്റിയിലും മെക്കാനിക്സ് ഒക്കെ ഉള്ള ബ്രാഞ്ചൊക്കെ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ വർക്ക് എനർജി പവർ, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, ഇതിലൊക്കെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്നുള്ള കാര്യങ്ങളിലൊക്കെ പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ ഇക്വേഷൻ എന്താണ്? W/T എന്നാണ്. പക്ഷേ ഇൻ ഇലക്ട്രിസിറ്റി ഡബ്ല്യുവിന് പേര് നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W. അപ്പോൾ ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, W = ഫോഴ്സ് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോഴ്സ് ഒന്നും പറയാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, ഒന്നുമില്ല. അപ്പോൾ ഡബ്ല്യുവിന് പകരം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. എന്താണ് ഡബ്ല്യുവിന് പകരം നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പൊട്ടൻഷ്യലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ചാപ്റ്ററിൽ തന്നെ. പൊട്ടൻഷ്യൽ, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? ഇറ്റ്സ് വർക്ക് ഡൺ ബൈ ചാർജ് എന്ന് പഠിച്ചു. ഇറ്റ് ഈസ് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്, ദ റേഷ്യോ ബിറ്റ്വീൻ വർക്ക് ഡൺ ആൻഡ് ചാർജ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ്. അതാണ് പൊട്ടൻഷ്യൽ. V = W/Q. V is equal to W/Q. From that equation, what will be the equation of W? W = Q into V. W = Q into V. From the equation of potential, V = W/Q. W = Q into V. W = Q into V. ആ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ പവറിൻ്റെ ഇക്വേഷൻ? വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് പവർ? P is equal to W/T. Instead of W, we can substitute Q into V. So P = QV divided by T. What is T? T is a time. ഇനി ആ ഇക്വേഷൻ, ഫ്രം ദാറ്റ് ഇക്വേഷൻ, വാട്ട് ഈസ് വാല്യൂ ഓഫ് Q/T? എന്താണ് Q/T? ചാർജ് ബൈ ടൈം, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. What is the rate of flow of charge? It is current, electric current. Electric current ആണ് Q/T, charge by time. So instead of Q/T നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? I, electric current I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തൊരു പവറിൻ്റെ ഇക്വേഷൻ? പവർ P = V into I. Power P = V into I. That is, power is calculated as the product of, electric power is calculated as the product of potential and current flowing through the conductor. Potential and current flowing through the conductor. അതാണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവർ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കറണ്ട് ഫ്ലോ. ക്ലിയർ അല്ലേ? അപ്പോൾ എന്തായിരിക്കും നമ്മളുടെ ഇലക്ട്രിക് പവറിൻ്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാം P is equal to V into I. നമുക്കതിൻ്റെ യൂണിറ്റ് അറിയില്ല.
യൂണിറ്റ്. അപ്പോൾ പവർ ഈക്വൽ ടു വി ഇൻറ്റു ഐ എന്നല്ലേ. വിയുടെ യൂണിറ്റ് എന്താ? വോൾട്ട് എന്നാണ്. ഐയുടെ യൂണിറ്റ് എന്താ? ആംബിയർ എന്നാണ്. സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പി? വോൾട്ട് ആംബിയർ. പക്ഷെ അതിന് നല്ലൊരു യൂണിറ്റ് ഉണ്ട്, അതിന് നമ്മൾ വാട്ട് എന്നാണ് വിളിക്കുന്നത്. WATT. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? WATT. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? ഓക്കെ, ക്വസ്റ്റ്യനും ആൻസറൊക്കെ ഒരേപോലെ പറയാൻ പറ്റാവുന്ന രീതിയിലാണ് പവറിൻ്റെ യൂണിറ്റ് ഇരിക്കുന്നത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ? ഓക്കെ, അപ്പോൾ WATT ക്യാപിറ്റൽ W കൊണ്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക. 1 വാട്ട് ഇസ് ഈക്വൽ ടു 1 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ. ഇനി ഹയർ പവറൊക്കെ വരുമ്പോൾ കിലോ വാട്ട്, മെഗാവാട്ട്, ജിഗാവാട്ട്, ടെറാവാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹയർ വാല്യൂസ്. ഓക്കെ, ഇത് നമ്മൾ സാധാരണയുള്ള സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് എന്താണ്? പവറാണ് വാട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് ഉണ്ട്, കൊമേഴ്സ്യൽ യൂണിറ്റ് ഒക്കെ ഉണ്ട്. കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് പവർ, കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പവർ. അതിന് നമ്മൾ കിലോ വാട്ട് അവർ എന്നൊക്കെ പറയും. എന്താണ് കിലോ വാട്ട് അവർ? കിലോ വാട്ട് അവർ കൊമേഴ്സ്യൽ യൂണിറ്റ് ഓഫ് പവർ, കിലോ വാട്ട് അവർ. നമ്മുടെ വീടുകളിലൊക്കെ ഇലക്ട്രിക് റീഡിംഗ് ഒക്കെ, നമ്മുടെ കറണ്ട് റീഡിംഗ് ഒക്കെ നമ്മൾ KSEB ഒക്കെ റീഡ് ചെയ്യണത് ഏത് യൂണിറ്റിലാണ്? കിലോ വാട്ട് അവർ, KWH അതിലാണ്. പിന്നെ മെക്കാനിക്കൽ യൂണിറ്റ് അത് നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ പറയേണ്ട ആവശ്യമില്ല. HP ഹോഴ്സ് പവർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്നൊക്കെ വിളിക്കുക. ഫിസിക്സിൽ നമ്മൾ പവറിൻ്റെ യൂണിറ്റ് പറയുമ്പോൾ വാട്ട് എന്നാണ് പറയുക. അത് കിലോ വാട്ടാവും, മെഗാവാട്ടാവും, ജിഗാവാട്ടാവും, ടെറാവാട്ടാവും. ഇനി കൊമേഴ്സ്യൽ യൂണിറ്റ് പറയുമ്പോൾ KWH എന്നാവും. KWH അത് ഞാനിപ്പോൾ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. KWH എന്നാണ് കിലോ വാട്ട്. 1 മണിക്കൂറിൽ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് എനർജി അതാണ് 1 കിലോ വാട്ട്. 1 മണിക്കൂർ എനർജി, ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഇൻ 1 hour ബൈ ഇലക്ട്രിക് സർക്യൂട്ട്. അതാണ് ആര് പറഞ്ഞാൽ 1 kWh. ക്ലിയർ ആണല്ലോ? 1 kWh, കിലോ വാട്ട് പവർ, കൊമേഴ്സ്യൽ യൂണിറ്റ്. അപ്പോൾ വാട്ട് ഇസ് ഇലക്ട്രിക് പവർ? ഇലക്ട്രിക് പവർ ഇറ്റ് ഇസ് എ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, W/T. ഇൻസ്റ്റെഡ് ഓഫ് W QV കൊടുക്കുക, Q/Tക്ക് പകരം I കൊടുക്കുക. സോ പവർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ദ പൊട്ടൻഷ്യൽ ഇൻറ്റു കറണ്ട് V ഇൻറ്റു I. അത് നമ്മൾ യൂണിറ്റ് പറയുന്നു. ഓക്കെ, കൊമേഴ്സ്യൽ യൂണിറ്റ് പറയുന്നു. ക്ലിയർ ആണല്ലോ? ഇനി അനദർ ഇക്വേഷൻസ് ഓഫ് പവർ. പവറിന് ഇനിയും ഇക്വേഷൻ ഉണ്ട്. ഇതിപ്പോൾ പൊട്ടൻഷ്യലും കറണ്ട് മാത്രം അറിയുന്നുണ്ടെങ്കിലല്ല നമുക്ക് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അങ്ങനെയല്ല, നമുക്ക് ഇനി കറണ്ട്, റെസിസ്റ്റൻസ്, പൊട്ടൻഷ്യൽ ഇവരൊക്കെ തമ്മിൽ പവർ എന്നുള്ള ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. അനദർ ഇക്വേഷൻസ് ഓഫ് ഇലക്ട്രിക് പവർ, അതിനെക്കുറിച്ചാണ് നമ്മളിനി നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ വി ഹാവ് P equal to VI. But from Ohm's law V equal to IR. From Ohm's law V equal to IR. So P equal to already we have P equal to V into I. But from Ohm's law V equal to IR. So substitute V equal to IR in the equation of power. So P equal to IR into I. That is P equal to I square R. P equal to I square R. ഓക്കെ, സിമിലർലി ഒരു ഇക്വേഷൻ VI പറഞ്ഞൊരു ഇക്വേഷൻ പറഞ്ഞു, P equal to I square R പറഞ്ഞു. നെക്സ്റ്റ് ഇക്വേഷൻ ഫ്രം ഓംസ് ലോ നമ്മൾ വിക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. V equal to IR. ഇൻസ്റ്റെഡ് ഓഫ് വിക്ക് പകരം P equal to VI എന്നുള്ള ഇക്വേഷനിൽ വിക്ക് പകരം ഐക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ എന്താ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരാം? I equal to V/R. സോ പവർ ഈക്വൽ ടു P equal to സ്ക്രീനിൽ കാണാൻ നിങ്ങൾക്ക് P equal to V into V/R. That is P is equal to V square by R. V square by R. Here R is the resistance. Okay, അപ്പോൾ 3 ഇക്വേഷൻസ്. ഏതൊക്കെ 3 ഇക്വേഷൻസ് പവറുണ്ട്? VI P equal to VI. V equal to I square R and P is equal to V square by R. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയി വിചാരിക്കും. ഇലക്ട്രിക് പവർ എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്ന് വിചാരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്നെ ഒരു പവർ തന്നെയാണ്. നമ്മളിപ്പോൾ KWH, അതായത് ഈ ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോൾ എന്താണ് റീഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് നമ്മൾ യൂണിറ്റ് കൺസ്യൂം ചെയ്തു എന്നൊക്കെ പറയൂല്ലേ, യൂണിറ്റ് കൺസംഷൻസ്, ഇലക്ട്രിക് യൂണിറ്റ് ഇത്രയും കൺസ്യൂം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ പറയും. അതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.